നമുക്ക് ഇനി ഒരു യാത്രാവിശേഷത്തിലേക്ക് പോകണം. സുരക്ഷാ ജീവനക്കാരനായ പോലീസുകാരന്റെ മോശം പെരുമാറ്റത്തെ തുടർന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാതെ മടങ്ങിയ കോട്ടയം സ്നേഹക്കൂട്ടിലെ അന്തേവാസികൾ ഇന്ന് അവിടേക്ക് വീണ്ടും എത്തി. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താണ് സ്നേഹക്കൂട്ടിലെ അന്തേവാസികൾക്ക് മ്യൂസിയം കാണാൻ സൗകര്യമൊരുക്കിയത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവരെ സ്വീകരിച്ചത്. ആദ്യ വരവിൽ ഹിൽ പാലസ് കാണാനാകാതെ കണ്ണീരോടെ മടങ്ങിയവരാണ്. എന്നാൽ രണ്ടാം വരവ് പ്രതീക്ഷയോടെയാണ്. കഴിഞ്ഞ തവണ മോശമായി പെരുമാറിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലില്ല. സ്നേഹക്കൂടുകളായ അച്ഛനമ്മമാരുടെ ഹൃദയത്തിനേറ്റ മുറിവുണക്കാൻ സർക്കാർ അയച്ചത് വകുപ്പ് മന്ത്രിയെ തന്നെയാണ്. കണ്ണീരോടെ മടങ്ങിയവർക്ക് പനിനീർ പൂക്കളുമായി സ്വീകരണം. വിരുന്നെത്തിയവരെ കണ്ടപ്പോൾ മന്ത്രിക്ക് സ്വന്തം അമ്മയെ ഓർമ്മ വന്നു. കയ്യിലുണ്ടായിരുന്ന ചിത്രമെടുത്ത് പ്രിയപ്പെട്ടവരെ കാണിച്ചു. കഴിഞ്ഞ തവണയുണ്ടായ ദുരനുഭവത്തിന് മന്ത്രിയുടെ ക്ഷമാപണം. നമ്മുടെ സംസ്ഥാനത്തെ ഒരമ്മയും ഒരച്ഛനും നിങ്ങളെപ്പോലെ പ്രത്യേകിച്ചിട്ടും അനുഭവിക്കുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കൊന്നല്ല, നിങ്ങളെപ്പോലെ ആർക്കുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ സ്നേഹക്കൂടിലെ അംഗങ്ങളായി ജീവിക്കുന്ന ഒരമ്മക്കും അച്ഛനും അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടാകരുത് എന്നാണ് കാരണം. അന്നുണ്ടായതിന് വകുപ്പ് മന്ത്രി എന്നതിൽ കൂടി നല്ല ക്ഷമിക്കണം എന്ന് പറയാം. സന്തോഷം അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത്. സങ്കടമല്ല, ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത് കണ്ട് ഡാൻസും കളിച്ച് ഞങ്ങൾ മുറിവുണങ്ങിയ മനസ്സുകളെ മന്ത്രി തന്നെ കൈപിടിച്ച് മ്യൂസിയത്തിലേക്ക് കയറ്റി. മന്ത്രിയുടെ പാട്ടുകൂടി കേട്ടപ്പോൾ അച്ഛനമ്മമാർ ഡബിൾ ഹാപ്പി. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. റിപ്പോർട്ടർ കൊച്ചി.